നമസ്കാരം, ഞാൻ ജോയ്. കഥ റെഡി, തിരക്കഥ റെഡി, അഭിനേതാക്കളും ക്യാമറാമാനും സ്റ്റുഡിയോയും പ്രൊഡ്യൂസറും ഒക്കെ റെഡിയാണ്. പക്ഷേ ചിത്രം നിർമ്മിക്കുന്ന പാരമൗണ്ട് പിക്ചേഴ്സിന് ഇതുവരെ തങ്ങളുടെ സിനിമ ചെയ്യാൻ പറ്റിയ ഒരു സംവിധായകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാലം 1920കളാണ്. അന്നും ഹോളിവുഡിൽ നല്ല സംവിധായകർക്ക് കുറവൊന്നുമില്ല. പക്ഷേ അവരൊന്നും വേണ്ട. ഇതൊരു സാധാരണ ചിത്രമല്ല, ഒരു വാർ ടൈം ലവ് സ്റ്റോറിയാണ്. യുദ്ധത്തിൻ്റെ തീവ്രതയും പ്രണയത്തിൻ്റെ വൈകാരികതയും പിന്നെ സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും ഒട്ടും ചോരാതെ പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയുള്ള ഒരു നല്ല സംവിധായകൻ വേണം. അതായിരുന്നു അന്വേഷണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 1927 ബെസ്റ്റ് ഫിലിമിനുള്ള ആദ്യത്തെ ഓസ്കാർ അവാർഡ് നേടിയ വിങ്സ് എന്ന സിനിമയെ പറ്റിയാണ്. ഒപ്പം അത് ചെയ്യാൻ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയ സംവിധായകനെ പറ്റിയും അതിൻ്റെ ഷൂട്ടിന് അമേരിക്കൻ സൈന്യം തന്നെ ഇറങ്ങിയതിനെ പറ്റിയും ഒക്കെ പറയാനുണ്ട്. പിന്നെ ആദ്യമായി നഗ്നത പ്രദർശിപ്പിക്കപ്പെട്ട സിനിമകളിൽ ഒന്നാണിത് എന്നുകൂടി പറയട്ടെ. അതൊക്കെ സിനിമയുടെ ചരിത്രത്തിലെ അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ്. ദ ജോയ് ഓഫ് സിനിമയിലേക്ക് സ്വാഗതം. സൂപ്പർ ഹിറ്റായ ഇറ്റ് എന്ന കോമഡി ചിത്രത്തിന് ശേഷം തങ്ങളുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഒരു യുദ്ധകാല പ്രണയകഥ തിരഞ്ഞെടുത്തപ്പോൾ ഇത്രയൊന്നും വിയർക്കേണ്ടി വരുമെന്ന് പാരമൗണ്ട് പിക്ചേഴ്സ് ഓർത്തു കാണില്ല. പ്രസിദ്ധ നോവലിസ്റ്റ് ജോൺ മങ്ക് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണ് വിങ്സ്. അത് വായിച്ചപ്പോൾ നിർമ്മാതാക്കളായ ജെസ്സി ലാക്സിനും അഡോൾഫ് സിക്കോറിനും ഒരുപാട് ഇഷ്ടമാവുന്നു. അത് സിനിമയാക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു സാധാരണ യുദ്ധചിത്രത്തെ വെല്ലുന്ന തരത്തിലാണ് അതിൻ്റെ ഘടന. വലിയ മുതൽ മുടക്കുള്ളൊരു ചിത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വിജയം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്ലാമർ അന്നും സിനിമയുടെ വിജയത്തിനുള്ള ഒരു ഘടകം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ഗ്ലാമർ ഗേളും സ്റ്റാറുമായ ക്ലാര ബോയെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. മുമ്പ് പറഞ്ഞ ഇറ്റ് എന്ന ഹിറ്റ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ റോൾ ചെയ്തത് അവരാണ്. അവർ പാരമൗണ്ടിൻ്റെ സ്വന്തം നടിയുമാണ്. ആ ചിത്രത്തിലെ പോലെ വലിയ റോളൊന്നുമല്ല ഈ സിനിമയിൽ, എങ്കിലും തന്നെ താനാക്കിയ പാരമൗണ്ടിന് വേണ്ടി അവരത് ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയാണ്. അവരെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒറിജിനൽ കഥയിൽ അതിൻ്റെ സത്തയ്ക്ക് ഒട്ടും മങ്ങലേൽപ്പിക്കാതെ ഒരു കഥാപാത്രത്തെ കൂടി ചേർത്ത് വയ്ക്കുകയാണ്. ഹോപ്പ് ലോറിങ്ങും ലൂയിസ് ഡി ലൈറ്റനും ചേർന്നാണ് അതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. യുദ്ധകാല പ്രണയകഥയാണെങ്കിലും തിരക്കഥ എഴുതി വന്നപ്പോൾ യുദ്ധത്തിന് കുറച്ച് പ്രാധാന്യം കൂടി. യുദ്ധ സീനുകളാണ് നിറയെ. ആകാശത്തും ഭൂമിയിലും മലമുകളിലും താഴ്വാരങ്ങളിലുമൊക്കെ യുദ്ധം തന്നെയാണ്. ഒന്നാം ലോക മഹായുദ്ധമാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഷൂട്ടിങ്ങിനായി സംഘടിപ്പിക്കേണ്ട പാറ്റൻ ടാങ്കുകളും പോർ വിമാനങ്ങളും തോക്കുകളും മറ്റ് സാധന സാമഗ്രികളുമൊക്കെ വെറുതെ ഒന്ന് കണക്ക് നോക്കിയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അത്രയും ഭീമമായ നിർമ്മാണ ചെലവ് ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാവും ഉണ്ടാവുക. പിന്നെ അപകടകരമായ സീനുകളിൽ ജീവൻ പണയം വെച്ച് അഭിനയിക്കാനായിട്ട് നടന്മാരെയും ആയിരക്കണക്കിന് എക്സ്ട്രാകളെയും ഒക്കെ വേണം. ആരൊക്കെ അതിന് തയ്യാറാവും, എവിടെ നിന്ന് അവരൊക്കെ കണ്ടെത്തും എന്നറിയാതെ പ്രൊഡ്യൂസർമാർ തികഞ്ഞ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നുണ്ട്. പാരമൗണ്ട് പ്രൊഡ്യൂസർമാർക്ക് ഉറക്കം നഷ്ടപ്പെട്ട ദിനങ്ങളായിരുന്നു. ഒരു കോംപ്രമൈസും ചെയ്യാനാവില്ല, ചെയ്യുകയും അരുത്. അത് സ്റ്റുഡിയോയുടെ നിയമമാണ്, നിലപാടാണ്. എന്തൊക്കെയായാലും പാരമൗണ്ടിന് മറ്റൊരു കഥയെക്കുറിച്ച് അപ്പോഴൊന്നും ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല. വിങ്സിൻ്റെ കഥയിൽ അവരത്രയും ആകൃഷ്ടരായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇനി നല്ലൊരു സംവിധായകൻ വേണം. അന്നും ഹോളിവുഡിൽ പ്രശസ്തരായ നല്ല സംവിധായകർ ധാരാളമുണ്ട്. പക്ഷേ അവരൊന്നും പോരാ. ഇതൊരു പ്രത്യേക ചിത്രമാണ്. ഇത് ചെയ്യാൻ യുദ്ധപരിചയം അത്യാവശ്യമാണ്. ലോകമാകെ തപ്പിയിട്ടും അവർക്ക് അങ്ങനെ ഒരാളെ കിട്ടിയില്ല. നിരാശരൊന്നും ആയില്ല, പക്ഷേ അവർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇതൊന്നും ഇപ്പോഴത്തെ കാര്യമല്ല. ഇത് സംഭവിക്കുന്നത് നിശബ്ദ സിനിമയുടെ കാലത്താണ്, 1926-27 കാലഘട്ടത്തിൽ. കാത്തിരിപ്പിനൊടുവിൽ ഒരാൾ അവരുടെ ശ്രദ്ധയിലെത്തുന്നു. ആ പരിസരത്ത് തന്നെ ഉള്ള ഒരാളായിരുന്നു എന്നതാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ ഹോളിവുഡിൽ തന്നെയുള്ള ആൾ. അവരുടെ റെസ്യൂമെ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം കേട്ടപ്പോൾ തന്നെ ഇതായിരിക്കുമോ തങ്ങൾ അന്വേഷിക്കുന്ന ആ സംവിധായകൻ എന്ന് പ്രൊഡ്യൂസർമാർക്ക് തോന്നുകയാണ്. പേര് വില്യം ഓഗസ്റ്റസ് വെൽമാൻ. ചെറുപ്പത്തിലെ നല്ല വികൃതിയായിരുന്നു. സ്കൂളിൽ നിന്ന് പലതവണ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാളത്തിൽ ചേർന്നപ്പോൾ അവിടെയും വികൃതി തകൃതിയായിട്ട് തന്നെ നടന്നു. ഒരു പേടിയുമില്ലാത്തൊരു പട്ടാളക്കാരൻ എന്ന് ബഹുമതി. അതുകൊണ്ട് തന്നെ വൈൽഡ് ബിൽ എന്നായിരുന്നു അയാളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് വീണ വിമാനത്തിൽ നിന്ന്
മുറിവേറ്റ കാലുമായിട്ടാണ് ഇഴഞ്ഞിഴഞ്ഞ് രക്ഷപ്പെടുന്നത്. പിന്നെ കുറേ നാൾ മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു. ആ ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നത് ഒരു നേരിയ മുടന്തുമായിട്ടാണ്. യുദ്ധകാലം മറക്കാതിരിക്കാനാവണം, ജീവിതകാലം അത്രയും അദ്ദേഹം മുടന്തിയിരുന്നു. എന്നാലും ഒരു കൂസലുമില്ല, മുമ്പത്തെ വികൃതിക്ക് ഒരു കുറവുമില്ല. യുദ്ധമില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പലരും ചോദിച്ചിരുന്നു. സിനിമയിലെത്തുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. സിനിമയോടുള്ള പ്രണയം വളരെ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അന്നത്തെ സൂപ്പർ സ്റ്റാറായിരുന്ന ഡഗ്ലസ് ഫെയർബാങ്ക്സിനോട് വലിയ ആരാധനയുമായിരുന്നു. ആ ഇഷ്ടതാരത്തെ കാണാനായിട്ട് ഇടയ്ക്കിടെ ഹോളിവുഡിലേക്ക് പറന്നു ചെല്ലുമായിരുന്നു വെൽമാൻ. അദ്ദേഹത്തിന് ആകാശയാത്ര ഒരു വീക്ക്നെസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഫൈറ്റർ വിമാനമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ കാര്യം സൂചിപ്പിക്കാനുണ്ട്. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒറിജിനൽ രേഖകളിൽ ഒപ്പുവെച്ച 56 പേരിൽ ഒരാളായ ഫ്രാൻസിസ് ലൂയിസിൻ്റെ കുടുംബ പരമ്പരയിലെ ഒരു കൊച്ചു മകനാണ് ഈ പറയുന്ന വെൽമാൻ. എന്തായാലും വേഗം തന്നെ അദ്ദേഹം ഫെയർബാങ്ക്സിൻ്റെ വളരെ ഒരു അടുത്ത സുഹൃത്തായിട്ട് തന്നെ മാറുന്നു. വെൽമാന് ഏതാനും സിനിമകളിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഫെയർബാങ്ക്സ് കൊടുക്കുന്നു. പക്ഷേ ആദ്യത്തെ സിനിമയിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്താക്കപ്പെടുകയാണ്. കാരണം കൂടെ അഭിനയിച്ച പ്രധാന നടിയെ തല്ലി എന്നതായിരുന്നു. വെറുതെയല്ല, നടി പ്രൊഡ്യൂസർമാരിൽ ഒരാളുടെ ഭാര്യയും അന്നത്തെ ഒരു താരവുമൊക്കെ ആയിരുന്നു. 2-4 പടങ്ങൾ എങ്ങനെയൊക്കെയോ വിൽമാൻ അഭിനയിച്ചു തീർത്തു. അഭിനയം തൻ്റെ വ്യക്തിത്വത്തിന് ചേർന്നതല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. വല്ലവരും പറയുന്ന പോലെ അഭിനയിക്കാനൊന്നും തനിക്കാവില്ല എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെടുകയായിരുന്നു. ആ പണിയിൽ യാതൊരു സംതൃപ്തിയും ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് അഭിനയം വേഗം തന്നെ നിർത്തി. കുറേ കൂടി ക്രിയേറ്റീവ് ആകണം, സിനിമ ചെയ്യണം, സംവിധായകനാകണം. മറ്റ് സംവിധായകരുടെ അസിസ്റ്റൻ്റായി ചേർന്ന് സംഗതി പഠിച്ചെടുക്കുന്നു. ഏതാനും ചിത്രങ്ങൾ സംവിധാനവും ചെയ്തിട്ടാണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നത്. മിലിറ്ററി പൈലറ്റാണ്, സംവിധായകനാണ്, യുദ്ധം അടുത്തറിയാം, 11 ആക്ഷൻ ചിത്രങ്ങൾ സംവിധാനവും ചെയ്തിട്ടുണ്ട്. 11 എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഒക്കെ ലോ ബഡ്ജറ്റ് ചിത്രങ്ങളായിരുന്നു. 1 മണിക്കൂറിന് താഴെ മാത്രം ദൈർഘ്യമുള്ള ചിത്രങ്ങൾ. എന്നാലും പൈലറ്റും സംവിധായകനും യുദ്ധവും സിനിമയും ഒക്കെ ഒന്നിച്ച ഒരാൾ അദ്ദേഹമായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് തന്നെ പറയാം. എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം, കൂസില്ലാതെ മുന്നിലങ്ങനെ നിൽക്കുകയാണ്. സിറ്റ് ഡൗൺ, ഇരിക്കൂ എന്ന് പറഞ്ഞ് നീട്ടിയത് സംവിധായകൻ്റെ കസേര തന്നെയാണ്. അടുത്ത നിമിഷം അവരന്വേഷിച്ച സംവിധായകനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പാരമൗണ്ട് പ്രഖ്യാപിക്കുകയാണ്. വില്യം അഗസ്റ്റസ് വെൽമാൻ, അദ്ദേഹമാണ് സംവിധായകൻ. അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സിനിമയാണ്. തിരക്കഥ വായിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഷൂട്ടിംഗ് സ്റ്റുഡിയോയിൽ നടക്കില്ല, ലൊക്കേഷൻ കണ്ടെത്തേണ്ടി വരും. അഭിനയിക്കാൻ യുദ്ധരംഗം നേരിട്ട് പരിചയമുള്ളവർ തന്നെ വേണ്ടി വരുമെന്നും അദ്ദേഹം നിർബന്ധം പിടിക്കുകയായിരുന്നു. പാരമൗണ്ട് ഗത്യന്തരമില്ലാതെ അമേരിക്കൻ ആർമിയെ സമീപിക്കുകയാണ്. ഒടുവിൽ ടെക്സസിലെ സാന്റ് ആൻ്റോണിയോയിൽ ഔട്ട്ഡോർ യുദ്ധരംഗങ്ങൾ ചിത്രീകരിക്കാൻ അമേരിക്കൻ ആർമി തന്നെ അനുമതി നൽകുകയായിരുന്നു. ഒപ്പം വിമാനം പറത്താനും പാറ്റൻ ടാങ്ക് ഡ്രൈവ് ചെയ്യാനുമൊക്കെ നേരിട്ട് പരിചയമുള്ളവരെ നൽകാമെന്നും ആർമി വാഗ്ദാനം നൽകുന്നു. പിന്നെ എന്തു വേണം, ഇനി ഷൂട്ടാണ്. അതിനു മുമ്പ് നമുക്ക് ആ ചിത്രത്തിൻ്റെ എഴുതുകയും മാറ്റി എഴുതുകയും ഒക്കെ ചെയ്ത സുന്ദരമായ കഥയിലേക്ക് കിടക്കാം. അമേരിക്കയിലെ ഒരു ചെറു പട്ടണത്തിൽ താമസിക്കുന്ന ജാക്കും ഡേവിഡും യുവാക്കളാണ്, സുഹൃത്തുക്കളുമാണ്. ഒരു പ്രശ്നമുള്ളത് അവർ പ്രണയിക്കുന്നത് ഒരേ പെൺകുട്ടിയെയാണ് എന്നതാണ്. സിൽവിയ എന്നാണ് അവളുടെ പേര്. പക്ഷേ സിൽവിയ ശരിക്കും ഇഷ്ടപ്പെടുന്നത് ഡേവിഡിനെയാണ്. ജാക്കിനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാണ് അത് അവൾ ജാക്കിനോട് പറയാത്തത്. നമ്മുടെ ഈ ജാക്ക് എന്ന് പറയുന്ന യുവാവ് ജീവിതത്തെ അത്ര ഗൗരവത്തോടെ കാണുന്ന ഒരാളൊന്നുമല്ല. എന്നാൽ ഡേവിഡ് ആണെങ്കിലോ മറിച്ചാണ്. അത് മാത്രമല്ല, ഡേവിഡ് സാമ്പത്തികമായും കുറേ കൂടി മെച്ചപ്പെട്ട ഒരാളാണ്. ഇതിനിടയിൽ ഒരാളെ വിട്ടുപോയി, മേരി, ജാക്കിൻ്റെ അയലത്തെ സുന്ദരി. അവൾക്ക് ജാക്കിനോട് കടുത്ത പ്രണയമാണ്. പക്ഷേ അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമായിട്ടൊന്നും അവൾ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പറയുന്നുമില്ല. അറിയിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അയാൾ അറിഞ്ഞതുമില്ല. ഈ ഘട്ടത്തിലാണ് 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുന്നത്. ഒരു ത്രില്ലിന് വേണ്ടി മാത്രമാണ് യുദ്ധമുഖത്തേക്ക് പോകാൻ ജാക്ക് തയ്യാറാവുന്നത്. എന്നാൽ ഡേവിഡ് അത് തൻ്റെ കടമയായിട്ട് കാണുന്നു. ഇരുവരും പട്ടാളക്കാരാവുന്നു. ഒന്നിച്ചാണ് പ്രാഥമികമായ ട്രെയിനിങ് നടക്കുന്നത്. അത് പൂർത്തിയാകുമ്പോൾ അവരെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന പ്രത്യേക പൈലറ്റുമാരായി ഫ്രാൻസിലേക്ക് അയക്കുകയാണ്. തുടക്കത്തിൽ അവർ അത്ര അടുപ്പമൊന്നും കാണിക്കുന്നില്ല, എങ്കിലും യുദ്ധം അവരെ ഒന്നിപ്പിക്കുന്നു. എല്ലാം മറന്നവർ അടുത്ത സഹോദരങ്ങളെപ്പോലെ പതുക്കെ അടുക്കുന്നു. പക്ഷേ ഒടുവിൽ ഡേവിഡ് ജർമ്മനിയിൽ പിടിക്കപ്പെടുകയാണ്. അയാൾ തന്ത്രപരമായിട്ടൊരു ജർമ്മൻ വിമാനം തട്ടിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ
ശത്രു വിമാനമാണ് തെറ്റിദ്ധരിച്ച് അതിർത്തി പ്രദേശത്ത് വെച്ച് ജാക്ക് ഡേവിഡിൻ്റെ വിമാനം വെടിവെച്ചിടുന്നു. ഡേവിഡ് മരിക്കുന്നു. താനാണ് ഡേവിഡിനെ കൊന്നത് എന്ന് ജാക്ക് പരിതപിക്കുന്നു. വലിയ കുറ്റബോധം തോന്നുന്നു. ഡേവിഡിൻ്റേതായിരുന്ന സാധന സാമഗ്രികൾ അയാളുടെ വീട്ടിലേക്ക് അയക്കാൻ പാക്ക് ചെയ്യാൻ നിയോഗിക്കപ്പെടുന്നതും ജാക്ക് തന്നെയാണ്. അപ്പോഴാണ് സിൽവിയ ഡേവിഡിന് നൽകിയ അവളുടെ ഫോട്ടോ യാദൃശ്യമായി ജാക്ക് കാണാനിടയാവുന്നത്. സിൽവിയ യഥാർത്ഥത്തിൽ പ്രണയിച്ചത് ഡേവിഡിനെയായിരുന്നു, തന്നെയല്ല എന്ന് അയാൾ തിരിച്ചറിയുന്നതും അപ്പോഴാണ്. അയാളുടെ ദുഃഖം ഇരട്ടിയാവുകയാണ്. യുദ്ധത്തിനൊടുവിൽ വിജയശ്രീലാളിതനായി നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ജാക്കിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. പക്ഷേ എപ്പോഴും അയാൾ വേർപിരിഞ്ഞ സുഹൃത്തിനെയും നഷ്ടപ്രണയത്തെയും ഓർത്ത് ദുഃഖിക്കുകയാണ്. ഒരു മതിലിനപ്പുറം മേരി ഉണ്ടെന്ന് പോലും അയാൾ മറക്കുകയാണ്. പക്ഷേ ഓർമ്മപ്പെടുത്താൻ എന്ന പോലെ അവൾ ആ മതിലിനരികിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ മേരിക്ക് തന്നോടുള്ള പ്രണയം അവൾ പറയാതെ തന്നെ ജാക്ക് മനസ്സിലാക്കുന്നു, അവളെ സ്വീകരിക്കുന്നു. ഇതാണ് ചിത്രത്തിൻ്റെ കഥ. ഒറിജിനൽ കഥയിൽ നിന്ന് അല്പം മാറ്റി എഴുതിയ സ്ക്രിപ്റ്റാണ്. പാരമൗണ്ടിൻ്റെ ഏറ്റവും വലിയ താരമായിരുന്ന ക്ലാര ബോയെ ഉൾപ്പെടുത്താനായി എഴുതി ചേർത്തതാണെങ്കിലും യുദ്ധത്തിനിടയിൽ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു നൂൽ പാലമായി നിൽക്കാൻ മേരി എന്ന കഥാപാത്രത്തിന് കഴിയുന്നുണ്ട്. ജാക്കിൻ്റെയും ഡേവിഡിൻ്റെയും പ്രണയിനിയായ സിൽവിയയുടെ കഥാപാത്രത്തിനും യുദ്ധ സിനിമയ്ക്ക് പ്രണയത്തിൻ്റെ ഒരു തലം നൽകാനാവുന്നുണ്ട്. അന്നത്തെ നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചാണ് ആകാശത്ത് നടക്കുന്ന യുദ്ധരംഗങ്ങളുടെ സീക്വൻസുകൾ, ആവേശകരമായ നിരവധി ഡോഗ് ഫൈറ്റുകൾ, ഇതൊക്കെ കോക്പിറ്റിൽ നിന്ന് യഥാർത്ഥ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ അസാധാരണമായ സീനുകളായിട്ട് അവ മാറി. അതുവരെ സിനിമകളിൽ കാണാത്ത അത്രയും റിയലിസ്റ്റിക്കായ ചലച്ചിത്ര അനുഭവം പ്രേക്ഷകർക്ക് നൽകാനും അതുവഴി അവർക്ക് കഴിഞ്ഞു. പിന്നീട് നിർമ്മിച്ച ചിത്രങ്ങളിലെ ആകാശയുദ്ധങ്ങൾ ചിത്രീകരിക്കുന്നതിൽ വിങ്സ് ഒരു വലിയ മാതൃകയായി തന്നെ മാറുകയായിരുന്നു. ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ഹാരി പെരിയെ അഭിനന്ദിക്കാതിരിക്കാൻ നമ്മൾക്ക് ആർക്കും കഴിയുകയില്ല. ചിത്രം കണ്ടവർക്ക് ആർക്കും അതിന് സാധിക്കുകയില്ല. യുദ്ധരംഗങ്ങൾ മാത്രമല്ല, മറ്റു രംഗങ്ങളും അതിമനോഹരമായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലെ ഒരു പാർട്ടി സീനിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രോളി ഷോട്ടുണ്ട്. ഭക്ഷണമേശയുടെ മുകളിലൂടെ വളരെ സ്മൂത്തായി ജെർക്കുകളൊന്നുമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഷോട്ട്. അവിടെ ഇരുന്ന് പുകവലിക്കുന്ന, മദ്യപിക്കുന്ന, പ്രണയിക്കുന്ന, കലഹിക്കുന്ന കുറേ പേരെ മറികടന്നുകൊണ്ട് ആഘോഷത്തിൻ്റെ ലഹരി ആസ്വദിക്കുന്ന ജാക്കിൽ അവസാനിക്കുകയാണ് ആ ഷോട്ട്. അതെടുക്കാൻ മുകളിലെ ട്രാക്കിൽ നിന്ന് തൂക്കിയിട്ട ക്യാമറ മുന്നോട്ട് ചലിപ്പിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ആദ്യമായിട്ടായിരുന്നു സിനിമയിൽ അങ്ങനെ ഒരു ഷോട്ട്. അത് പ്രേക്ഷകരെ വല്ലാതെ രസിപ്പിച്ചു എന്നതിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല മറ്റു ഫോട്ടോഗ്രാഫർമാരെയും അത് ആകർഷിച്ചു. പിന്നീട് വന്ന നിരവധി സിനിമകളിൽ അവർ അത്തരം ഷോട്ടുകൾ ആവർത്തിച്ചുകൊണ്ട് സിനിമാട്ടോഗ്രാഫർ ഹാരി പെരിയുടെ സ്വാധീനം അടയാളപ്പെടുത്തി. വിങ്സ് ഒരു യുദ്ധചിത്രം മാത്രമല്ല, സൗഹൃദം, പ്രണയം, യുദ്ധത്തിൻ്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ എന്നിവയൊക്കെ പുതിയ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു ചിത്രം കൂടിയാണത്. യുദ്ധത്തിൻ്റെ ഭയാനകമായ യാഥാർത്ഥ്യങ്ങളാൽ ജാക്കിൻ്റെയും ഡേവിഡിൻ്റെയും സൗഹൃദം പലതവണ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവർ ഒരുമിച്ച് നേരിടുന്ന അപകടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അവരുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാറ്റിനും ഉപരി യുദ്ധം അവരുടെ ക്യാരക്ടറിനെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ വ്യക്തിത്വത്തെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു, മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. യുവത്വത്തിൻ്റെ ആദർശവാദങ്ങളിൽ നിന്ന് യുദ്ധത്തിൻ്റെ ഭയാനകമായ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മുഖം കാണുകയും അതിന് നൽകേണ്ടി വരുന്ന വില എത്രയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഡേവിഡിന് സ്വന്തം ജീവനാണ് നൽകേണ്ടി വരുന്നത്. ജാക്കിൻ്റെയും ഡേവിഡിൻ്റെയും കഥാപാത്രങ്ങളുടെ മാനസികമായ വളർച്ചയാണ് ചിത്രത്തിൻ്റെ കേന്ദ്ര പ്രമേയം. വിങ്സ് അതിൻ്റെ അഭിനേതാക്കളുടെ മികവ് കൊണ്ടും പ്രേക്ഷക മനസ്സുകളെ സ്പർശിക്കുന്നു. പ്രത്യേകിച്ചും ഡേവിഡ് ജാക്കിൻ്റെ മടിയിൽ കിടന്ന് മരിക്കുന്ന ആ ഒരു സീനുണ്ട്. ജാക്ക് സുഹൃത്തിന് ഒരു അന്ത്യ ചുംബനം നൽകുന്നുണ്ട്. അത് പ്രേക്ഷക മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നു. ഒരുപക്ഷെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ചുണ്ടുകളിൽ ചുംബിക്കുന്ന ഒരു സീൻ ആദ്യമായിട്ടായിരുന്നു പ്രേക്ഷകർ കണ്ടത്. അതുവഴി ജാക്കിനെയും ഡേവിഡിനെയും അവതരിപ്പിച്ച ചാൾസ് റോജേഴ്സും റിച്ചാർഡ് അലനും അവരുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുകയായിരുന്നു, ജീവസുറ്റതാക്കുകയായിരുന്നു അവരെ. ഡേവിഡ് മരിക്കുന്ന ആ സീൻ അതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ്. ക്ലാര ബോയുടെ നഗ്നത ഉൾപ്പെടുന്ന ഒരു സീനും ഈ ചിത്രത്തിലുണ്ട്. അവരെ സിനിമയുടെ ആരംഭത്തിൽ തന്നെ അവതരിപ്പിക്കുന്നുമുണ്ട്. പറഞ്ഞതുപോലെ പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കാനായിട്ട് സാധ്യമായതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വിങ്സിൻ്റെ ചിത്രീകരണം വളരെ ശ്രമകരമായിരുന്നെങ്കിലും ഷൂട്ടിങ്ങിനിടയിൽ ഏതാനും പേർ അപകടത്തിൽപ്പെടുകയും അവരിൽ ചിലർ മരിക്കുക പോലും ചെയ്യുന്നുണ്ടെങ്കിലും വില്യം വെൽമാൻ ചിത്രം പൂർത്തിയാക്കുന്നു. വെൽമാൻ്റെ യുദ്ധപരിചയവും മനോധൈര്യവുമാണ് ചിത്രത്തെ രക്ഷിച്ചത് എന്ന് പറയാം. അതിനു മുമ്പ് ആരും അത്തരം
ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. 1927 റിലീസ് ചെയ്യുമ്പോൾ ബോക്സ് ഓഫീസിൽ ആ ചിത്രത്തിന് വലിയ വിജയമായിരുന്നു. നിരൂപകരും ആ ചിത്രത്തെ പ്രശംസിച്ചു. ചിത്രം നിശബ്ദമാണ്, സംഭാഷണങ്ങൾ ഇല്ല. പക്ഷേ കഥാഗതി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അന്നത്തെ ഒരു രീതി ഉണ്ടായിരുന്നു. ടൈറ്റിൽ കാർഡുകൾ, ആ ടൈറ്റിൽ കാർഡുകൾ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ചിത്രത്തിന് അതിൻ്റെ വൈകാരികത നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം സംഗീതമൊരുക്കി അത് ചിത്രത്തോടൊപ്പം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിങ്സ് റിലീസ് ചെയ്ത 1927 ദി അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് രൂപം കൊള്ളുന്നത്. 1929 അക്കാദമി അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് നൽകാൻ തുടങ്ങുന്നത്. ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പിക്ചർ അല്ലെങ്കിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള ആദ്യത്തെ ഓസ്കാർ അവാർഡ് നേടിക്കൊണ്ട് വിങ്സ് സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. ആ അവാർഡ് നേടുന്ന ആദ്യത്തെ ചിത്രം, ഒപ്പം ആ അവാർഡ് നേടുന്ന അവസാനത്തെ നിശബ്ദ ചിത്രവുമെന്ന ചരിത്ര നേട്ടം വിങ്സിന് മാത്രം അവകാശപ്പെടുന്ന ഒന്നാണ്. കാരണം അതേ വർഷം തന്നെ ഒക്ടോബറിൽ ആദ്യത്തെ സൗണ്ട് സിനിമയായ ദ ജാസ് സിംഗർ പുറത്തിറങ്ങുകയാണ്. പിന്നീട് ഓസ്കാർ ലഭിക്കുന്നതൊക്കെ സൗണ്ട് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന ടോക്കി അല്ലെങ്കിൽ സംഭാഷണങ്ങളുള്ള ടൈറ്റിൽ കാർഡുകൾ ഉപയോഗിക്കാത്ത ചിത്രങ്ങളാണ്. അങ്ങനെയാണ് വിങ്സ് ഓസ്കാർ അവാർഡ് നേടുന്ന ആദ്യത്തെ ചിത്രവും ഒപ്പം ആ അവാർഡ് നേടുന്ന അവസാനത്തെ നിശബ്ദ ചിത്രവുമാവുന്നത്. വിങ്സിനോടൊപ്പം ബെസ്റ്റ് യൂണിക് ആൻഡ് ആർട്ടിസ്റ്റിക് പിക്ചറിനുള്ള അവാർഡ് നേടിയത് എന്നത്തെയും സിനിമ ക്ലാസിക്കുകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്ന ദ സൺറൈസ് എന്ന ചിത്രത്തിനാണ്. ഈ ചിത്രത്തിലെ നായികയെ അവതരിപ്പിച്ച ജാനറ്റ് ഗെയ്നർക്കാണ് ഏറ്റവും നല്ല നടിക്കുള്ള ഓസ്കാർ നൽകിയതും. അടുത്ത വീഡിയോ സൺറൈസ് എന്ന ആ ചിത്രത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റ് സിനിമാ പ്രേമികൾക്ക് ഷെയറും ചെയ്യണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബായ്.